നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനി പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് തിരിച്ചും അവരെ സ്നേഹിക്കാൻ സാധിക്കുമോ പഴയതുപോലെ? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ്സും ടൈംലെസ്സുമാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കൽ പോലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു സ്പെൽ വർക്ക് റിച്വൽസ് കാണിക്കുന്നുണ്ട്. തേർഡ് പേഴ്സണേയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലിടെ കയറി വന്നിട്ട് ഒരു ആൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ പൂർണ്ണമായിട്ടും അകറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പെൽ വർക്കാണ്. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓം നമ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ്, ദ ഡെവിൾ കാർഡ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സോർഡ്സ്, ദ സൺ കാർഡ്, ദ ലവർ കാർഡ്, പേജ് ഓഫ് വൺസ്, ദ ഹെർമിറ്റ് കാർഡ്, 10 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഡെത്ത് കാർഡാണ്. നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നത് തന്നെ ഒരു നഷ്ടപ്രണയം എന്നുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള ഇമോഷൻസ് എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ആ വ്യക്തിയെക്കുറിച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെടുത്ത് ഒരല്പം പോലും സ്നേഹക്കുറവ് വന്നിട്ടില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ഫീലിങ്സോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത്. അത് കണ്ടിട്ട് തന്നെ വളരെ അത്ഭുതം തോന്നുന്നു. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ ചതിച്ചതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ പോയ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് വളരെ വിദഗ്ധമായിട്ട് നിങ്ങളുടെ വ്യക്തി അഭിനയിച്ചതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്ത ആ ഒരു ദിവസം അതിപ്പോഴും നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. കാരണം വളരെ ഒരു പ്രശ്നമില്ലാതെ ജസ്റ്റ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോയി എന്ന് വെച്ചാൽ എന്തൊക്കെയോ പറഞ്ഞ് ഒരു പ്രശ്നമില്ല. അവർക്ക് നിങ്ങളെ വിട്ടുപോകുന്നതിൽ പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് ആ വ്യക്തി ശരിക്കും ഓർക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് ഇപ്പോൾ ആരെടുത്തും തുറന്ന് പറയാനോ നിങ്ങളുടെ അടുത്ത് പോലും പറയാനോ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് അടക്കി പിടിച്ചിട്ട് ഒരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയിൽ കൂടി ജീവിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായ ആ ഒരു ദിവസം നിങ്ങളായിരുന്നു ഏറ്റവും വേദന അനുഭവിച്ചത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഏതോ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നു എന്നുള്ള ഒരു ഒരു മനസ്സിലൊരു സന്തോഷത്താലാണ് അവർ പോയതും എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ട്രാപ്പിലായിരുന്നു ആക്ച്വലി അന്ന് അകപ്പെട്ടു പോയത്. അതൊരു തേർഡ് പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് ലവിൻ്റെ ഒരു ട്രാപ്പാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ശരിയായ ഒരു ബന്ധമായിരുന്നില്ല, ഒരു പ്രണയബന്ധമായിരുന്നില്ല, ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ഒരു ഫ്രീഡം ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി എത്രയോ അധികം കംഫർട്ടബിൾ ആയിരുന്നു എന്ന കാര്യം ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരണമെന്ന് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ആ വ്യക്തിക്ക് എന്ത് കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആ വ്യക്തിയോട് തുറന്ന് പറയാൻ എന്തോ ഒരു ഭയം പോലെ ആയിരുന്നു. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹമായിരുന്നില്ല ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തിരികെ ലഭിച്ചിരുന്നത്. നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് എന്തോ ഒരു സൈക്കോ പോലത്തെ, ഒരു ടോർച്ചറിങ് പോലത്തെ ഒരു സ്നേഹമായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു ഒട്ടും ഫ്രീഡം ഇല്ലാത്ത, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നിങ്ങളോട് ഷൗട്ട് ചെയ്ത് നിങ്ങളോട് വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടേത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കിപ്പോൾ എല്ലാം ഉണ്ട്. ആ വ്യക്തിക്കിപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാനോ സംസാരിക്കാനോ, തുറന്ന് സംസാരിക്കാനോ, സ്നേഹിക്കാനോ ഒരാളില്ല. പക്ഷേ ആ വ്യക്തിക്ക് ബാക്കിയുള്ള സുഖങ്ങളെല്ലാം ഉണ്ട്. പണത്തിനൊന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ കുറവുള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ ശാരീരികമായിട്ട് അസ്വസ്ഥതകളുണ്ട്. ആ ശാരീരിക അസ്വസ്ഥതകളിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഒട്ടും ബോധേഡല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ മറ്റേതോ ഒരു ലോകത്താണ്. ഓൾമോസ്റ്റ് നിങ്ങളുടെ വ്യക്തിയെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ആ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ഒരു തേർഡ് പേഴ്സൺ കുറച്ച് പോലും സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. തേർഡ് പേഴ്സൺ ഒട്ടും നിങ്ങളുടെ വ്യക്തിയെ വേണ്ട എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ ആവശ്യം ഒരുപാട് പണവും ഒരു ലക്ഷറി ലൈഫാണ് ആവശ്യം. അത് എന്തിനൊക്കെയോ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെയധികം കൂടുതലായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, അത് ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റ് ഒരു സമയത്ത് തന്നെ പല പുരുഷനായിട്ടോ അല്ലെങ്കിൽ പല സ്ത്രീകളായിട്ടോ ബന്ധം വെക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ. ഈ ഒരു നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ പലതവണയും ഒരു പ്രശ്നം, വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മുമ്പിൽ പല തവണയും ഒന്ന് താന്നു കൊടുക്കുകയാണ്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ വഴക്കിടാനോ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് അത് വലുതാക്കാനോ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വ്യക്തി താന്നു കൊടുത്ത് അതൊന്ന് സോൾവ് ആക്കി കൊണ്ടുപോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പേഴ്സൺ വളരെ മോശമായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയോട് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു നഷ്ടപ്രണയമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് തപസ്സിരിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങളെ ചതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടൊത്ത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തുടരുക, അതാണ് നിങ്ങളുടെ ആവശ്യം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ആ വ്യക്തി ഇനി നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതെല്ലാം നിങ്ങൾക്ക് തരാൻ തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇനി തിരികെ വരുവാണെങ്കിൽ, അതായത് തിരികെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം. ആ വ്യക്തി എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുന്നതുമാണ്. നിങ്ങൾ ക്ഷമിച്ചു എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുമൊത്ത് വീണ്ടും ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു റീയൂണിയൻ, ഒരു പെർമനൻ്റ് റീയൂണിയൻ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് താമസിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത്, ഇപ്പോൾ പഴയതുപോലെ പണ്ട് നിങ്ങളെ ആ വ്യക്തി എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത്
ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പണ്ടൊരു കെയറിങ് ആണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ആണെങ്കിലും ലഭിച്ചിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് ഫ്രീഡം തരാത്ത ഒരാളാണെങ്കിൽ തന്നെയും ആ വ്യക്തി നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കെയറിങ് തന്നിട്ടുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരു ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇനിയും കിട്ടണം എന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ടെങ്ങനെയാണോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത്, എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, അതെല്ലാം തിരുത്തിക്കൊണ്ട് ഇനി സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം അല്ലെങ്കിൽ നല്ല ഒരു പ്രണയബന്ധം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് നാളും കൂടെ ഇതുപോലെ പോകുമെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയെ കൈവിടാതിരിക്കുക. വിശ്വാസം 1% പോലും കുറയാതെ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയൊക്കെ ചേഞ്ചസ് ഉണ്ടായത്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും ഇത്ര മോശമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തി ആ ഒരു പെരുമാറ്റം അനുഭവിക്കാനുള്ള റീസൺ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ അതിവേഗം തിരികെ എത്തണമെന്ന് നിങ്ങൾ ശരിക്കും ഉള്ളുരുകി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് തുടങ്ങിയ സമയത്ത് ഉണ്ടായ ആ ഒരു സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ വളരെ ഒരു മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും തമ്മിൽ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ഒരു എൻഡിങ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനും എൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതിനേക്കാൾ അതിമനോഹരമായിട്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം തന്നെ വളരെ താമസിക്കാതെ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ജീവിതം ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ജീവിതം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ജീവിക്കാൻ തയ്യാറെടുക്കൂ എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ആണ് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തട്ടിയെടുക്കുവാൻ പ്രാർത്ഥിക്കാതിരിക്കുക. കാരണം അതൊക്കെ ഒരു നീതിയല്ല, അതൊരു ന്യായമല്ല. കാരണം അതൊരു മറ്റ് പുരുഷൻ്റെയോ മറ്റ് സ്ത്രീയുടെ ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും മറ്റൊരാൾക്ക് ഉപദ്രവമായി ഭവിക്കരുത്. അതൊരിക്കലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുകയില്ല. നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും ഫലിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അധികം നീണ്ടു നിൽക്കുക ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നിട്ടാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണിനെ നമുക്ക് എന്നേക്കുമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് ഉപേക്ഷിപ്പിക്കാം. അല്ലെങ്കിൽ ആ തേർഡ് പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തിയിട്ട് പോകും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റിച്വൽ ഞാനിവിടെ കാണിക്കാം. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തിട്ട് വേണം ഈ ഒരു റിച്വൽ ചെയ്യാൻ. നെഗറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. നിങ്ങൾക്കതിനായിട്ട് ആവശ്യം കറുത്ത കളറിലെ പേനയും വെള്ള കളറിലെ ഒരു ചെറിയ പേപ്പറുമാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു സിമ്പൽ നിങ്ങൾ വരയ്ക്കുക, ഈ എം ഷേപ്പിലുള്ള സിമ്പൽ. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് തൊട്ട് മുകളിലായിട്ട് എഴുതിയതിനു ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം
നിങ്ങളുടെ ഇടയിൽ വന്ന ആ ഒരു തേർഡ് പേഴ്സൻ്റെ പേര് ഏറ്റവും താഴെ എഴുതുക. അതിനുശേഷം അണ്ടർലൈൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്, നിങ്ങളുടെ വലത്തെ കൈ ഈ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കൈ അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു സ്പെൽ വർക്ക് ഇതിനകത്ത് നമുക്കൊന്ന് ചാർജ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മാത്രം വന്ന് നിങ്ങളെ മാത്രം അടുത്തായിട്ട് ഇരിക്കുന്നത് കാണുക. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒന്നിച്ചിരിക്കുന്നതായിട്ട് മനസ്സിൽ കാണുക. ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ അടുത്ത് വരുന്നതായിട്ട് പോലും നിങ്ങൾ സങ്കല്പിക്കരുത്. ആ ഒരു തേർഡ് പേഴ്സണിനെ ഒരു രൂപമായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു തേർഡ് പേഴ്സൺ അകന്ന് പൊക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ സങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പാസ് ചെയ്ത് ഈ ഒരു പേപ്പറിലോട്ട് പോകുന്നതായിട്ട് ആ ഒരു എനർജി പാസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പർ ഒരു 3 മടക്കിയതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് 2-3-4 പേപ്പേഴ്സ് ഉണ്ടാക്കാം. ഒരെണ്ണം നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിക്കാം, ഒരെണ്ണം നിങ്ങളുടെ മേശയ്ക്കുള്ളിൽ സൂക്ഷിക്കാം, ഒരെണ്ണം നിങ്ങളുടെ കബോർഡിനുള്ളിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇത്രയും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വ്യക്തി ഉറപ്പായിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ചേഞ്ചസ് സംഭവിക്കുന്നതായിരിക്കും. തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുന്നതിലൂടെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 100% വിശ്വസിച്ച് തന്നെ ഈ ഒരു റിച്വൽ ചെയ്യുക. നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആയേക്കാം. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സിറ്റുവേഷൻ പേഴ്സണൽ റീഡിങ്ങിലൂടെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.